നഗരമധ്യത്തിൽ ഒരു വാഹനം പോലീസ് തടഞ്ഞു. ഒരു നാട്ടുകാരൻ്റെ രഹസ്യ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. വാഹനത്തിൻ്റെ പിൻഭാഗം തുറന്നപ്പോൾ ഒരു ചെറിയ ഇരുമ്പുകൂട് കണ്ടു. അതിൽ 3 ചീറ്റക്കുഞ്ഞുങ്ങൾ വിറച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രൈവർ അവിടെ വെച്ച് തന്നെ അറസ്റ്റിലായി. കാരണം എന്താണ്? വന്യമൃഗങ്ങളെ നിയമവിരുദ്ധമായി അതിർത്തി കടത്തിയതിന്. പോലീസിൻ്റെ റിപ്പോർട്ട് പറയുന്നത് കുഞ്ഞുങ്ങളുടെ അമ്മയെ വഴിയിൽ വെച്ച് വെടിവെച്ചു കൊന്നു എന്നാണ്. കുഞ്ഞുങ്ങളെ എളുപ്പം കൈകാര്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ പോലീസിന് സങ്കടം തോന്നി. അവർ വേഗം കുഞ്ഞുങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ താൽക്കാലികമായി പരിചരിക്കാൻ തുടങ്ങി. സ്റ്റേഷനിൽ ഒരു റിസപ്ഷൻ റൂമിൽ കുഞ്ഞുങ്ങൾക്ക് സ്ഥലമൊരുക്കി. ചൂടുള്ള പാൽ തയ്യാറാക്കി. ടവലുകൾ കൊണ്ട് അവയെ ചൂടാക്കി. ഒരു യുവാവായ പോലീസ് ഓഫീസർ തറയിലിരുന്നു. പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് ഒരു കുഞ്ഞിന് പാൽ കൊടുത്തു. കുഞ്ഞുങ്ങൾ പതിയെ ശാന്തമായി. അവർ രക്ഷിച്ചവരുടെ കാലിൽ ചേർന്നു, പിന്തുണ തേടുന്നത് പോലെ. പോലീസുകാർ മാറി മാറി അവരെ നോക്കി. കുഞ്ഞുങ്ങളെ തുടച്ചു, കൂട് വൃത്തിയാക്കി. ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളും പോലീസും തമ്മിൽ അവിചാരിതമായ ഒരു ബന്ധം രൂപപ്പെട്ടു. എന്തൊരു കാഴ്ചയായിരിക്കും അത്! കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചീറ്റ കൺസർവേഷൻ ഫണ്ടിൽ നിന്ന് ജീവനക്കാർ വന്നു. കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തു. അവരെ ഒരു പ്രത്യേക കൂട്ടിൽ മൃദുവായ വൈക്കോൽ വിരിച്ച് ട്രക്കിൽ കയറ്റി. ലക്ഷ്യമെന്താണ്? നമീബയുടെ പുറം പ്രദേശത്തെ ഒരു സംരക്ഷണ കേന്ദ്രം. അവിടെ ഒരു റേഞ്ചർ ജോൺ റിഡിൽ കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തു. ഓരോ ദിവസവും രാവിലെ ജോൺ അവർക്ക് പാലുകൾ കൊണ്ടുവന്നു. ഓരോ കുഞ്ഞിനെയും പേര് വിളിച്ചു. അവൻ അവർക്ക് ലിയോ, ജാസ്പർ, റൂബി എന്ന പേരുകൾ നൽകി. ജീവനും പ്രതീക്ഷയും അർത്ഥമാക്കുന്ന പേര്. കുഞ്ഞുങ്ങൾ ആദ്യം ഭയപ്പെട്ടിരുന്നു. പക്ഷേ പതിയെ ധൈര്യം വന്നു. കൂടിൻ്റെ മൂലയിൽ നിന്ന് പുറത്തേക്ക് വന്നു. വ്യായാമം ചെയ്യാൻ തുടങ്ങി. ജോൺ അവരോട് സംസാരിച്ചു, തലോടി. റിഫ്ലെക്സ് പരിശീലിപ്പിക്കാൻ ഗെയിമുകൾ കളിച്ചു. ഓരോ ഉച്ചയ്ക്കും കൂടിനടുത്തിരുന്ന് പുസ്തകം വായിച്ചു, അവർക്ക് വീട്ടിലെ അനുഭവം കിട്ടാൻ. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ശാന്തമായിരുന്നു. ജോൺ അത് ശ്രദ്ധിച്ചു. അവർക്ക് അമ്മയുടെ സ്നേഹം കിട്ടാത്തതാണ് പ്രശ്നം. അവൻ എല്ലാം ഒരു ഫയലിൽ രേഖപ്പെടുത്തി. മേലധികാരികളോട് നിർദ്ദേശം ചോദിച്ചു. വേഗം ഒരു മീറ്റിംഗ് വിളിച്ചു. ജോൺ കുഞ്ഞുങ്ങളുടെ മാനസിക നില വിശദമായി അവതരിപ്പിച്ചു. അമ്മയെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടത് അവരെ അസ്വസ്ഥമാക്കിയെന്ന് പറഞ്ഞു. ഒരു ബയോളജിസ്റ്റ് ആശയം മുന്നോട്ട് വെച്ചു. മറ്റൊരു മൃഗത്തെ അമ്മയുടെ പങ്കേൽപ്പിക്കാം. പലരും എതിർത്തു. ചീറ്റകളുടെ വേട്ടയാടൽ പ്രവൃത്തിയെ ബാധിക്കുമോ എന്ന് ഭയപ്പെട്ടു. ജോൺ തന്റെ അനുഭവം പറഞ്ഞു. സ്നേഹം സമയോചിതമായി കിട്ടുന്നത് പ്രധാനമാണ്. അവൻ ലൂന എന്ന നായയെ നിർദ്ദേശിച്ചു. ലൂന സംരക്ഷണ കേന്ദ്രത്തിൽ വർഷങ്ങളായി ഉണ്ട്. പല മൃഗങ്ങളുടെ പുനരധിവാസത്തിന് സഹായിച്ചിട്ടുണ്ട്. സംശയിച്ചവർ അവസാനം സമ്മതിച്ചു. പക്ഷേ അടുത്ത നിരീക്ഷണത്തോടെ പരീക്ഷണം ആഴ്ചകളോളം നീണ്ടു. പരാജയപ്പെട്ടാൽ മറ്റൊരു വഴി നോക്കാം. ജോൺ എല്ലാ പെരുമാറ്റവും രേഖപ്പെടുത്താമെന്ന് ഉറപ്പ് നൽകി. മീറ്റിംഗ് പ്രതീക്ഷയോടെ അവസാനിച്ചു. അടുത്ത ദിവസം ജോൺ പദ്ധതി തുടങ്ങി. ലൂനയെ കുഞ്ഞുങ്ങൾക്ക് പരിചയപ്പെടുത്തി. ആദ്യം ലൂന ദൂരെ നിന്ന് നോക്കി. കുഞ്ഞുങ്ങൾ സൂക്ഷിച്ച് അവൾ നിരീക്ഷിച്ചു. ജോൺ ഒന്നും ചെയ്തില്ല. സ്വാഭാവികമായി സംഭവിക്കട്ടെ എന്ന് കരുതി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ലൂന അടുത്തേക്ക് വന്നു. കൂടിനടുത്തിരുന്നു. ലിയോ ആദ്യം മുന്നോട്ട് വന്നു. ലൂനയുടെ മൂക്കിൽ തൊട്ടു. ജാസ്പറും റൂബിയും പിന്നാലെ വന്നു. ലൂന കിടന്നു, കാലുകൾ വിടർത്തി. കുഞ്ഞുങ്ങൾ അവളുടെ കൈകളിലേക്ക് ഇഴഞ്ഞു. ജോൺ കണ്ടു. കണ്ണു നിറഞ്ഞു. ഇത് അത്ഭുതമായിരിക്കുന്നു. വ്യത്യസ്ത ജാതികൾ തമ്മിലുള്ള ഒരു മാന്ത്രിക നിമിഷം. ലൂന അവരെ ശരിക്കും പരിചരിച്ചു. രോമം നക്കി കാവൽ നിന്നു. കുഞ്ഞുങ്ങൾ എല്ലായിടത്തും ലൂനയെ പിന്തുടർന്നു. ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ച് കളിച്ചു. സംരക്ഷണ കേന്ദ്രത്തിലെ ജീവനക്കാർ അത്ഭുതപ്പെട്ടു. ലൂന അവർക്ക് ശാന്തതയും വിശ്വാസവും പഠിപ്പിച്ചു. ആദ്യമായി ഒരു നായയും 3 ചീറ്റകളും തമ്മിൽ അമ്മ കുഞ്ഞ് ബന്ധം രൂപപ്പെട്ടു. ലിയോ, ജാസ്പർ, റൂബി വേഗം വളർന്നു. അവരുടെ രോമം നീക്കി. നടത്തം ശക്തമായി. സംരക്ഷണ കേന്ദ്രത്തിന്റെ പരിശീലന ഗെയിമുകളിലൂടെ അവർ കയറാനും ഇര തേടാനും പഠിച്ചു. ലൂന എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ വലുതായപ്പോൾ ചിലപ്പോൾ അവളെ തള്ളി മാറ്റി. എന്നിട്ടും ലൂന അമ്മയുടെ പങ്ക് ഉപേക്ഷിച്ചില്ല. ലോൺ എല്ലാ മാറ്റങ്ങളും ശ്രദ്ധിച്ചു. മൂവരുടെയും പക്വത കണ്ട് സന്തോഷിച്ചു. ലൂനയോടുള്ള സ്നേഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ആശ്രിതമല്ല. 3 ചീറ്റകളും യഥാർത്ഥ ലോകത്തേക്ക് പോകാൻ തയ്യാറായി. സംരക്ഷണ കേന്ദ്രം തീരുമാന സമയം ആലോചിച്ചു. വിദഗ്ധർ ചർച്ച ചെയ്തു. 3 ചീറ്റകളെയും സ്വാഭാവിക പുൽമേടുകളിലേക്ക് വിടാൻ തീരുമാനിച്ചു. ഒരു വലിയ ഇരുമ്പുകൂട് ട്രക്കിൽ തയ്യാറാക്കി. ലൂനയും വിട പറയാൻ ഒപ്പം വന്നു. ആ ദിവസം രാവിലെ ലിയോ, ജാസ്പർ, റൂബി, ലൂന എന്നിവരെ
ഒച്ചുവരാങ്കോ പുൽമേടുകളിലേക്ക് കൊണ്ടുപോയി. ചീറ്റകൾക്ക് അനുയോജ്യമായ വിശാലമായ വന്യത. ട്രക്ക് നിന്നപ്പോൾ കൂടിന്റെ വാതിൽ തുറന്നു. 3 ചീറ്റകളും ആദ്യം പുറത്തിറങ്ങി. പിന്നെ തിരിഞ്ഞ് ലൂനയെ നോക്കി. ലൂന പതിയെ പുറത്തേക്ക് വന്നു. ഓരോ ചീറ്റയുടെ മുഖവും നക്കി. അവസാന നിർദ്ദേശം നൽകുന്നത് പോലെ ലിയോ ലൂനയുടെ കഴുത്തിൽ തല ഉരസി. റൂബി അവളുടെ കാലിൽ കിടന്നു. ജാസ്പർ ലൂനയുടെ മൂക്ക് നക്കി വിഷമത്തോടെ. ജോൺ ദൂരെ നിന്ന് നോക്കി. അവന്റെ കണ്ണുകൾ ഒരേ സമയം അഭിമാനവും സങ്കടവും നിറഞ്ഞു. 3 ചീറ്റകളും ഒരു തവണ കൂടി തിരിഞ്ഞു നോക്കി. പിന്നെ വിശാലമായ പുൽമേടുകളിലേക്ക് ഓടി. ലൂന പിന്തുടർന്നില്ല. അവിടെ ഇരുന്നു നിശബ്ദമായി നോക്കി. അവളുടെ വാൽ പുല്ലിൽ പതിയെ ആടി. ട്രക്ക് പതിയെ മടങ്ങി. ജോൺ ലൂനയുടെ പുറത്ത് തട്ടി. നീ അത്ഭുതം ചെയ്തു എന്ന് പറഞ്ഞു. പച്ചപ്പ് നിറഞ്ഞ വയലുകൾ 3 ചീറ്റകളെ തിരികെ സ്വീകരിച്ചു. അവർക്ക് അർഹമായ സ്ഥലത്തേക്ക്. ഇനി അവർ സ്വതന്ത്രരാണ്. സ്വന്തം ശക്തിയിൽ മുന്നോട്ടു പോകും. ലൂനയുടെ സ്നേഹവും ഓർമ്മകളും അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും. ലിയോ, ജാസ്പർ, റൂബി ഇനി പുതിയൊരു കഥയിലേക്കാണ്. അതിജീവനത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ കഥ. ലൂന അവരെ നഷ്ടപ്പെട്ടില്ല. അവരെ അവരാക്കാൻ സഹായിച്ചു. അവളുടെ സ്നേഹം എന്നും അവരോടൊപ്പം, കാറ്റിനോടൊപ്പം ഓടുന്നവരുടെ ഹൃദയത്തിൽ.